ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സെറ്റ് എക്കണോമിക്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2023 തൊട്ട് 25 വരെയുള്ള നമ്മുടെ എക്സാംസിൽ ഏറ്റവും കൂടുതൽ ഏത് ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ ഒളിഗോപോളിയിൽ നോൺ കൊളൂസീവ് മോഡൽസിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. 2025 ആണെങ്കിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് തന്നെ ആ ഏരിയാസിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബെർട്രാൻഡ് പാരഡോക്സ് എന്താണല്ലേ ചോദിച്ചിരിക്കുന്നത്? ബെർട്രാൻഡ് മോഡലിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ബെർട്രാൻഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1883 ജോസഫ് ബെർട്രാൻഡ് ആണ് ഈ മോഡൽ കൊണ്ടുവന്നത്. എന്താണ് 1883 ജോസഫ് ബെർട്രാൻഡ് ആണ് ഈ മോഡൽ കൊണ്ടുവന്നത് കേട്ടോ. എന്താ ഈ മോഡൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേംസ് അസ്യൂം ചെയ്യുന്നത് അവരുടെ റൈവൽസ് അവരുടെ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതാണ്. എന്താണ് അവരുടെ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതാണ് ഫേംസ് അസ്യൂം ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഡിവോപോളി മോഡലാന്ന് വിചാരിക്കുക. ഡിവോപോളി മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഫേംസ് ഉണ്ടാവുള്ളൂ, എയും ബിയും. ഞാനാണ് എ എന്ന് പറയുന്ന ഫേം. ഞാൻ അസ്യൂം ചെയ്യാണ് എൻ്റെ റൈവൽ, എൻ്റെ എതിരാളി അവരുടെ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി, അതായത് 10 രൂപയാണെങ്കിൽ 10 രൂപ എന്ന നിലയിൽ നിലനിർത്തി പോകുകയാണെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. എൻ്റെ റൈവല് പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? ഇവര് വേറൊരു കാര്യം കൂടെ പറയുന്നത് അൺലിമിറ്റഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അൺലിമിറ്റഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, അതായത് പ്രൊഡക്ഷന് ലിമിറ്റ് ഇല്ല. പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, അതായത് പ്രൊഡക്ഷന് ലിമിറ്റ് ഇല്ല. നമ്മുടെ എക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും അതെല്ലാം വിറ്റഴിഞ്ഞു പോകും എന്നും കൂടിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്താണ്? ബെർട്രാൻഡ് മോഡൽ 1883 ജോസഫ് ബെർട്രാൻഡ് ആണ് കൊണ്ടുവന്നത്. അവർ അസ്യൂം ചെയ്യുന്ന എന്താണ്? അവരുടെ റൈവൽസ് അവരുടെ എതിരാളികളുടെ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വയ്ക്കും. സോ ഞാൻ എൻ്റെ പ്രൈസ്, നിലവിലെ പ്രൈസിൽ നിന്ന് ഞാൻ എൻ്റെ പ്രൈസ് കുറച്ച് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റ് എൻറ്റയർ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അതായത് മൊത്തം ഒരു രാജ്യത്ത് ഇപ്പോൾ ഈ ഒരു എക്കോണമിയിൽ 10 പേരെ ഉള്ളെങ്കിൽ ആ 10 പേരും എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കും. കാരണം എന്താ? എൻ്റെ റൈവലിനേക്കാൾ കുറച്ചുകൂടെ പൈസ കുറച്ചാണ് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നത്. മാത്രമല്ല അൺലിമിറ്റഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയാണ്. മാർക്കറ്റിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടോ അത്രമാത്രം എനിക്ക് എന്താ സപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട്. എന്താണ്? അൺലിമിറ്റഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ പ്രൈസ് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ആ എൻറ്റയർ മാർക്കറ്റിന് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. എവിടം വരെ അവർ പ്രൈസ് ലോവർ ചെയ്യുന്നത്? പ്രൈസ് P=MC എന്ന് പറയുന്ന പോയിന്റ് വരെ അവർ ലോവർ ചെയ്യുള്ളൂ. കാരണം ഇതിന് ശേഷം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരിക്കലും ഒരു ഫേമും ലോസിൽ നഷ്ടക്കച്ചവടത്തിന് നിൽക്കില്ല. സോ എപ്പോൾ വരെയായിരിക്കും അവരുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ, അല്ലെങ്കിൽ ഏത് വരെയായിരിക്കും അവർ പ്രൈസ് ലോവർ ചെയ്യുന്നത്? P=MC വരെ ആയിരിക്കും പ്രൈസ് അവർ ലോവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ P=MC വരെ ആയിരിക്കും അവർ ലോവർ ചെയ്യുന്നത്. അതുപോലെ ഇവർ ടോട്ടൽ ഔട്ട്പുട്ട് ഇവർ എത്രമാത്രമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് പെർഫെക്റ്റ്ലി 2 ഫേംസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും. അതായത് ഒരു എക്കോണമിയിലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർലേ? അപ്പോൾ എന്തൊക്കെയാണ് ബെർട്രാൻഡ് മോഡൽ? ജോസഫ് ബെർട്രാൻഡ് 1883 കൊണ്ടുവന്നതാണ്. റൈവൽസ് നമ്മുടെ എതിരാളികൾ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്ന് അസ്യൂം ചെയ്യണേ. അതുവഴി ഞാൻ കുറച്ച് പ്രൈസ് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ മാർക്കറ്റ് ഡിമാൻഡ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എപ്പോൾ വരെ ആയിരിക്കും ഞാൻ എൻ്റെ പ്രൈസ് ലോവർ ചെയ്യുന്നത്? P=MC എന്ന് പറയുന്ന പോയിന്റ് വരെ ആയിരിക്കും ലോവർ ചെയ്യുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 ഫേംസിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? കോമ്പറ്റേറ്റീവ്, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും വേണേ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ബെർട്രാൻഡ് പാരഡോക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. റെഫേഴ്സ് ടു ദ ഫൈൻഡിങ് ദാറ്റ്. എന്താണ് പറഞ്ഞത്? പ്രൈസ് കോമ്പറ്റീഷൻ ക്യാൻ ലീഡ് ടു എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഔട്ട്കം വിത്ത് ഓൺലി 2 ഫേംസ്. ബെർട്രാൻഡ് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈസ് കോമ്പറ്റീഷൻ, ഈ P=MC എന്ന് പറയുന്ന ഏതിൻ്റെ ഇക്വിലിബ്രിയാണ്? കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷനാണ് P=MC. അപ്പോൾ എന്താണ്? പ്രൈസ് കോമ്പറ്റീഷൻ, അതായത് പ്രൈസ് ലോവർ ചെയ്തായിരിക്കും ഇവരുടെ കോമ്പറ്റീഷൻ നടത്തുന്നത്. അതിലൂടെ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഔട്ട്കം ആയിരിക്കും ഉണ്ടാകുന്നേ എന്നാണ് പറയുന്നത്. അതായത് P=MC ആയിരിക്കും ഇവരുടെ ഇക്വിലിബ്രിയം. ഇതൊരു വേറെ സ്റ്റൈലിൽ പറഞ്ഞതാണ്. അപ്പോൾ ബെർട്രാൻഡ് പാരഡോക്സ് എന്താ പറയുന്നത്?
പ്രൈസ് കോമ്പറ്റീഷനിലൂടെ ഒരു എക്കോണമിയിൽ രണ്ട് ഫേംസിന്റെ പ്രൈസ് കോമ്പറ്റീഷനിലൂടെ എന്ത് സംഭവിക്കുന്ന ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് P=MC എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയം. അതായത് രണ്ട് ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ രണ്ട് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഔട്ട്പുട്ട് ആയിരിക്കും കേട്ടോ. ഇത് ഇത്രയാണ് ബെർട്രാൻഡ് മോഡലിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ക്ലിയർ അല്ലേ? The duopoly model, in which a continuous oscillation of the product price between the monopoly price and maximum output price of each firm takes place എന്നാ ചോദിച്ചേക്കണേ. ആൻസർ വരുന്നത് എച്ച്വർത്ത് മോഡലാണ്. എന്താണ് എച്ച്വർത്ത് മോഡൽ? എച്ച്വർത്ത് മോഡൽ ബെർട്രാൻഡ് മോഡലിലെ ഒരു മോഡിഫിക്കേഷൻ ആണ്. 1897 ഈ മോഡൽ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഏത് വർഷമാണ്? 1897 എച്ച്വർത്ത് ഈ മോഡൽ കൊണ്ടുവന്നത്. ഇത് എന്തിന്റെ മോഡിഫിക്കേഷനാണ്? ബെർട്രാൻഡ് മോഡലിന്റെ മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. എന്താണ് ഈ മോഡൽ പറയുന്നത്? ബെർട്രാൻഡ് മോഡൽ പറഞ്ഞ പോലെ എന്താ പറയുക, അൺലിമിറ്റഡ് സപ്ലൈ ഒന്നും ഉണ്ടാവില്ല. എക്കോണമിയിൽ എപ്പോഴും എന്താണ്, ലിമിറ്റഡ് സപ്ലൈ ആണുള്ളതെന്ന് അദ്ദേഹം പറയാം. എന്താണ് ലിമിറ്റഡ് സപ്ലൈ? അത് കുറച്ചുകൂടെ ശരിയാണല്ലേ. അൺലിമിറ്റഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഒരു എക്കോണമിക്ക് ഉണ്ടാവില്ല, ലിമിറ്റഡ് സപ്ലൈ ആയിരിക്കും ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറയാം. അതുപോലെ തന്നെ ഒരു ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ, അതായത് നോ ഡിറ്റർമൈൻഡ് സൊല്യൂഷൻ. അതായത് P=MC എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റേജിൽ എത്തിയല്ലോ അവര്, അതുപോലെ ഡിറ്റർമൈൻഡ് ആയിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ആൻഡ് ലിമിറ്റഡ് കപ്പാസിറ്റി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടാവുന്നത്. പിന്നെ രണ്ട് ഫേംസും മാർക്കറ്റ് ഈക്വലി ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ട് ഫേംസും മാർക്കറ്റ് എങ്ങനെ ഈക്വലി ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൈസ് കട്ടിലൂടെ നേരത്തെ ബെർട്രാൻഡ് മോഡലിന്റെ മോഡിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. എൻ്റെ എന്താ പറഞ്ഞാൽ, റൈവൽസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ പ്രൈസ് ലോവർ ചെയ്തുകൊണ്ട്, അതായത് പ്രൈസ് കട്ട് ചെയ്തുകൊണ്ട്, പ്രൈസ് കട്ട്സ് ലീഡ്സ് ടു, ഇവരും പറയുന്നുണ്ട് പ്രൈസ് കുറച്ചുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് എത്തും. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് നമ്മൾ എത്തുന്നു. പക്ഷേ അതിനുശേഷം പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് എത്തുന്നു. അതിനുശേഷം ഫേംസ് എന്ത് ചെയ്യുന്നു? ഫേംസ് പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് മൊണോപോളി പ്രൈസിലേക്ക് ഫേംസ് എത്തുന്നു കേട്ടോ. മൊണോപോളി പ്രൈസിലേക്ക് എന്താണ് ഫേംസ് എത്തുന്നു. അപ്പൊ ബെർട്രാൻഡ് മോഡൽ എവിടെ മാത്രം എത്തുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസിൽ മാത്രമായിരിക്കും. P=MC ആയിരിക്കും അവരുടെ എന്താ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വരെ പറഞ്ഞുള്ളൂ. പക്ഷെ എന്താ എച്ച്വർത്ത് മോഡൽ പറയുന്നത്? നമ്മുടെ ബെർട്രാൻഡ് മോഡലിന്റെ മോഡിഫിക്കേഷൻ ആണ്. 1897 വന്നത്. അവരെന്താ പറയുന്നത്? ശരിയാണ്, പ്രൈസ് കട്ടിലൂടെ, അതായത് പ്രൈസ് കുറച്ചുകൊണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസ്, അതായത് P=MC എന്ന് പറഞ്ഞ സ്റ്റേജിൽ എത്തും. ശരിയാണ്. പക്ഷേ അതിനുശേഷം ആ ഒരു പോയിന്റിൽ എത്തിയതിനു ശേഷം ഫേംസ് എന്ത് ചെയ്യും? അവരുടെ പ്രൈസ് കൂട്ടും. പ്രൈസ് കൂട്ടിയതിലൂടെ മൊണോപോളി പ്രൈസിലേക്ക് അത് എത്തിച്ചേരും എന്നാ പറയുന്നത്. അതിനുശേഷം വീണ്ടും പ്രൈസ് ലോവർ ചെയ്ത് വീണ്ടും എന്ത് ചെയ്യുന്നു? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസിലേക്ക് വരുന്നു. അത് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊണോപോളി പ്രൈസിന്റെയും പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഇടയിൽ എന്താ, ഇവരിങ്ങനെ പ്രൈസ് ഇങ്ങനെ ചുറ്റിക്കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അതായത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവർക്കൊരു ഡിറ്റർമൈൻഡ് സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞത്. നമ്മുടെ ബെർട്രാൻഡ് മോഡൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ, P=MC എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഇവർക്ക് അതുപോലെയല്ല, ഒരു ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല. കാരണം എന്താ, പ്രൈസ് മൊണോപോളി പ്രൈസിന്റെ കോമ്പറ്റേറ്റീവ് പ്രൈസിന്റെ ഇടയിൽ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ എച്ച്വർത്ത് മോഡൽ പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? The duopoly model in which continuous oscillation, ഞാൻ പറഞ്ഞില്ലേ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, of the product price between the monopoly price and the maximum output price. maximum output price എന്ന് വെച്ചാൽ എന്താ? അത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആട്ടോ. മാക്സിമം ഔട്ട്പുട്ട് തരുന്നത് ഏത് കോമ്പറ്റീഷൻ ആണ്? നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഓരോ മോഡലും അല്ലെങ്കിൽ ഓരോ സ്ട്രക്ചർ ഏതാ പറയുന്നത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യുന്നത് ഏതാണ്? അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് കേട്ടോ. അപ്പോൾ മൊണോപോളി പ്രൈസ് ആൻഡ് ദ മാക്സിമം ഔട്ട്പുട്ട് പ്രൈസ് എന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ. ഓഫ് ഈച്ച് ഫേം ടേക്സ് പ്ലേസ്, അത് നമ്മുടെ എച്ച്വർത്ത് മോഡൽ തന്നെയാണ് വരുന്നത്. ക്ലിയർ അല്ലേ എന്താണ് എച്ച്വർത്ത് മോഡൽ എന്ന്? മാർക്കറ്റ് സ്ട്രക്ചർ നന്നായിട്ട് പഠിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒളിഗോപോളി ഏരിയയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വർഷവും നമ്മുടെ ഓരോ വർഷത്തെ ഓരോ എക്സാമിലും ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ജൂലൈ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒളിഗോപോളി ഫേം സെറ്റിംഗ് ദെയർ പ്രൈസസ് ആൻഡ് ലെറ്റിംഗ് ദ മാർക്കറ്റ് ഡിറ്റർമൈൻ ദ ക്വാണ്ടിറ്റി സോൾഡ് ഈസ് എ. പ്രൈസ് വന്ന ആരാന്നാ ഞാൻ പറഞ്ഞ? പ്രൈസ് വന്നു കഴിഞ്ഞാൽ അത് ബെർട്രാൻഡ് മോഡൽ ആയിരിക്കും കേട്ടോ വരുന്നത്. പ്രൈസ് വന്നാൽ എന്താണ്? ബെർട്രാൻഡ് മോഡൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1883 ബെർട്രാൻഡ് ആണ്, ജോസഫ് ബെർട്രാൻഡ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് ഈ മോഡൽ കൊണ്ടുവന്നത്. എന്താ ഈ മോഡൽ പറയുന്നത്? റൈവൽസ്, നമ്മുടെ എതിരാളികൾ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കും. അതുപോലെ നമ്മൾ എന്തായാലും ചെറിയ രീതിയിൽ പ്രൈസ് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ മാർക്കറ്റ് ഡിമാൻഡ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് ബെർട്രാൻഡ് മോഡൽ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ ബെർട്രാൻഡ് മോഡലിനെ പറ്റി കണ്ടോ, ജൂലൈയിൽ 2024 2025 ചോദിച്ചിരുന്നു കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഇൻ ബോത്ത് ചെമ്പർലിൻ ആൻഡ് ദ കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽസ് ദ ഒളിഗോപോളിസ് വിൽ. എന്താണ് ഓപ്ഷൻസ് നോക്കിയാലോ? എ എന്ന് പറഞ്ഞാൽ എന്താ, റെക്കഗ്നൈസ് ദ ഇന്റർ ഡിപെൻഡൻസ്. നമുക്കറിയാം ഒളിഗോപോളി മോഡൽ എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ പ്രത്യേകത എന്താ, അവരുടെ ഇന്റർ ഡിപെൻഡൻസ് അല്ലെ. ഓരോ ഫേംസും കണക്റ്റഡ് ആണ്, അതായത് ഇന്റർ ലിങ്ക്ഡ് ആണ്. മറ്റ് ഫേം, എൻ്റെ റൈവൽ എന്ത് ചെയ്യുന്നു, എൻ്റെ എതിരാളി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കൂടെയുള്ള ഫേംസ് എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും എന്ത് നമ്മൾ ആ ഒരു ഫേം അവരുടെ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഒളിഗോപോളി ഫേമിന്റെ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്, കിങ്ഡ് ഡിമാൻഡ് കർവ് ആയിരിക്കും അല്ലേ. 1939 സ്വീസി ആണ് ഇത് കൊണ്ടുവന്നത്. അതായത് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റീസ് റിജിഡ് ആണെന്നാണ് പറയുന്നത് അറ്റ് ദ കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് എൻ്റെ റൈവൽ ഫേംസ് ഇപ്പം നമ്മളൊരു കോമ്പറ്റീഷനിലാണ്. അപ്പോൾ എന്താണ്, ഞാനൊരു ഫേം നിങ്ങളൊരു ഫേം ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന രണ്ട് ഫേം നമുക്ക് എടുക്കാം. എ എന്ന് പറയുന്ന ഫേം പ്രൈസ് പെട്ടെന്ന് കൂട്ടുവാണെങ്കിൽ എന്താ, മറ്റു ഫേംസ് ആരും കൂട്ടൂല അല്ലെ. കാരണം എന്താ, അപ്പൊ എ എന്ന് പറയുന്ന ഫേം പ്രൈസ് കൂട്ടി ബാക്കിയുള്ള ഫേംസ് ആരും പ്രൈസ് കൂട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, എയുടെ എയിൽ നിന്ന് കൺസ്യൂമേഴ്സ് മേടിച്ചുകൊണ്ടിരുന്ന, അതായത് എയുടെ പ്രൊഡക്ട്സ് മേടിച്ചുകൊണ്ടിരുന്ന എല്ലാവരും എന്താ, പ്രൈസ് കൂടി, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുന്നില്ല, ബാക്കിയുള്ള ഫേംസിൽ നിന്ന് മേടിക്കാന്ന് വിചാരിക്കും. ഇൻ കേസ് എ അവരുടെ പ്രൈസ് കുറച്ച് എന്ത് സംഭവിക്കും, പ്രൈസ് കുറച്ച് എന്താ, എ പ്രൈസ് കുറച്ച്, അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് മേടിക്കുന്നവരും എയുടെ കയ്യിൽ നിന്ന് മേടിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും, ബാക്കിയുള്ള ഫേംസും കൂടെ എന്ത് ചെയ്യും, പ്രൈസ് ലോവർ ചെയ്യും. പ്രൈസ് സ്റ്റിക്കി ആവുന്നതുകൊണ്ടാണ് ഒളിഗോപോളി മോഡലിൽ ഡിമാൻഡ് കർവിൽ കിങ്ക് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ റെക്കഗ്നൈസ് ദെയർ ഇന്റർ ഡിപെൻഡൻസ്. ഈവൻ ഇഫ് നിങ്ങൾക്ക് ഈ മോഡൽ അറിയില്ലെങ്കിലും നമ്മുടെ ഒളിഗോപോളി എന്താ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റില്ലേ. അതുപോലെ തന്നെ ഡു നോട്ട് കൊളൈഡ് എന്ന് വെച്ചാൽ എന്താ, ഡു നോട്ട് കൊലൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം നോൺ കൊലൂസീവ് ആൻഡ് കൊലൂസീവ് മോഡൽ ഉണ്ട്. നോൺ കൊലൂസീവ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ഒരുമിച്ച് സഹകരിച്ചല്ല പോണത്, കോമ്പറ്റീഷനിലൂടെ ആണല്ലേ പറഞ്ഞത്. കൊലൂസീവ് മോഡൽ എന്താ പറഞ്ഞാൽ അവർ ഒരുമിച്ച് ഡിസൈഡ് ചെയ്യുക, അതായത് ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ട് അവർ തീരുമാനിക്കുകയാണ് ഇന്നതായിരിക്കും നമ്മുടെ പ്രൈസ്, ഇന്നതായിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പക്ഷെ നോൺ കൊലൂസീവ് മോഡൽ എന്താ, കോമ്പറ്റീഷൻ അല്ലേ. അപ്പോൾ അവരൊരിക്കലും ഒരുമിച്ച് ചേരുമോ, ഇല്ല അല്ലേ. അപ്പോൾ അത് ശരിയാണ്, ഡു നോട്ട് കൊളൈഡ്. അതുപോലെ തന്നെ ഇന്റർ ഡിപെൻഡൻസ് ഉണ്ട്. പിന്നെന്താ, ടെൻ ടു കീപ് പ്രൈസ് കോൺസ്റ്റന്റ് അല്ലേ, പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കും, അതും ശരിയാ. സോ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോ ആണ് കേട്ടോ. ക്ലിയർ അല്ലേ. അപ്പൊ ചെമ്പർലിൻ മോഡൽ എന്താണെന്ന് നമുക്ക് നോക്കില്ലേ. ചെമ്പർലിൻ മോഡൽ 1929 ചെമ്പർലിൻ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് ആണ് ഇത് കൊണ്ടുവന്നത്. അത് മെയിൻലി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫേംസിൽ ഇന്റർ ഡിപെൻഡൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കൊലൂഷൻ ഇല്ലാതെ തന്നെ ഒരു മൊണോപോളി സിറ്റുവേഷൻസിൽ ഫേമിന് എത്താം എന്നാണ് ഈ ഒരു മോഡൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഫേമിനും മൊണോപോളി ആയിട്ട് ആക്ട് ചെയ്യാം ആൻഡ് 1/2 ടോട്ടൽ ഔട്ട്പുട്ട് ആയിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ചെമ്പർലിൻ മോഡൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ, കുർനോട്ട് ഡ്യുവോപോളി മോഡലിനെ പറ്റിയിട്ടാണല്ലേ പറഞ്ഞത്. കുർനോട്ട് ഡ്യുവോപോളി മോഡൽ 1838 അഗസ്റ്റിൻ കുർനോട്ട് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് കൊണ്ടുവന്നത്. എന്നാണ് കൊണ്ടുവന്നത്, 1838 അഗസ്റ്റിൻ കുർനോട്ട് ഇത് കൊണ്ടുവന്നത്. എന്താ ഈ മോഡൽ പറഞ്ഞത്, ഇവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർട്രാൻഡ് മോഡലിന്റെ പ്രത്യേകത എന്തായിരുന്നു, പ്രൈസ് കോൺസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ കുർനോട്ട് എന്തായിരുന്നു, ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആക്കിയിട്ടായിരിക്കും കുർനോട്ട് മോഡൽ വയ്ക്കുന്നത്. എന്താണ് ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആക്കിയിട്ട്. അതായത് കുർനോട്ട് മോഡലിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ, നദിയോരത്ത് നിന്ന് അതായത് സ്പ്രിങ്ങിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്ത് മിനറൽ വാട്ടർ കളക്ട് ചെയ്ത് സെല് ചെയ്യുന്ന ഇപ്പോൾ ഡ്യുവോപോളി മോഡൽ ആയതുകൊണ്ട് രണ്ട് ഫേംസ്, എയും ബി എന്ന് പറഞ്ഞ രണ്ട് ഫേംസ് എന്താണ്, നദിയോരത്ത് നിന്ന് വെള്ളം കളക്ട് ചെയ്തല്ലേ അവർ സെല് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. എന്താ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, സെയിം ഒരേപോലെ തന്നെ അല്ലേ, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, നദിയോരത്ത് നിന്ന് വെള്ളം കളക്ട് ചെയ്തെന്നല്ലേ ഞാൻ പറഞ്ഞേ, വെള്ളം കളക്ട് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എക്സ്ട്രാ കോസ്റ്റ് വേണോ, വേണ്ട അല്ലേ. സോ MC = 0 ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യണേ, എൻ്റെ റൈവൽ, എൻ്റെ എതിരാളി അവരുടെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കും എന്ന് പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവർ ഔട്ട്പുട്ട് എന്താ ഒരു 30 യൂണിറ്റ് അല്ലെങ്കിൽ 30 ലിറ്ററിൽ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ പതുക്കെ ഞാൻ എന്താ എൻ്റെ ഔട്ട്പുട്ട് ഞാൻ പതുക്കെ എന്ത് ചെയ്യും, കൂട്ടും. അതായത് 30 നിന്ന് 20 ആക്കും, പതുക്കെ ഞാൻ കൂട്ടും. 30 നിന്ന് 32, 40 അങ്ങനെ കൂട്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് അതുവഴി എന്താ പ്രോഫിറ്റ് കൂട്ടാം എന്നാണ് കുർനോട്ട് മോഡൽ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുർനോട്ട് പ്രൈസ് എന്ന് പറയുന്നത് മൊണോപോളി പ്രൈസിനും കോമ്പറ്റേറ്റീവ് പ്രൈസിനും ഇടയിലാണ്. എന്താണ്, മൊണോപോളി ആൻഡ് കോമ്പറ്റേറ്റീവ് പ്രൈസിന്റെ, അതായത് കോമ്പറ്റേറ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെയും മൊണോപോളി കോമ്പറ്റീഷന്റെയും ഇടയിലാണ് എന്നാണ് കുർനോട്ട് പ്രൈസ്. അല്ലെങ്കിൽ എന്താ പറയാ, കുർനോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2/3 ഓഫ് ദ മൊണോപോളി പ്രൈസ് ആണ്. എന്താണ്, 2/3 ഓഫ് ദ മൊണോപോളി പ്രൈസ്. ഇനി കുർനോട്ടിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, അതും 2/3 ഓഫ് ദ കോമ്പറ്റേറ്റീവ്, അതായത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ 2/3 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുർനോട്ട് മോഡലിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്, അക്കോർഡിംഗ് ടു കുർനോട്ട് ഡ്യുവോപോളി മോഡലിൽ ഫേം
ഈച്ച് ഫേം പ്രൊഡ്യൂസ് 1/3 ഓഫ് ദ മാർക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 ഫേമും കൂടെ 2/3 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കണേ 1/3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യണം, 2 ഫേം ആണല്ലേ, 2 ഫേം എന്ന് വെച്ചാൽ എന്താ, ഡ്യുവോപോളി മോഡലാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1ൽ നിന്ന് 2/3 ഒന്ന് മൈനസ് ചെയ്യുക. ഇതൊരു ചുമ്മാ ട്രിക്കാണ്. അപ്പോൾ എന്താ വരിക, 3 - 2/3 എത്രയാ, 1/3. സോ അല്ലെങ്കിൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ 2 ഫോംസും 1/3 വെച്ചിട്ട് 2/3, അതായത് 1/3 + 1/3 = 2/3 അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതായത് ഓരോ ഫോംസും 1/3 വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അങ്ങനെയാണ് ഫേംസിന്റെ ഔട്ട്പുട്ട് 2/3 എന്ന് 2 ഫേംസിനെ കൂട്ടിയിട്ടാണ് കേട്ടോ 2/3 തന്നെ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ നമുക്ക് ശരിയാണെന്നറിയാം. അപ്പോൾ ഈച്ച് ഫേം പ്രൊഡ്യൂസ് 1/3 ഓഫ് ദ മാർക്കറ്റ് എന്നറിയാം. ഇനി ശരിയാണെന്നറിയാം. ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ഫേംസ് എത്ര ഉണ്ട്, n നമ്പർ. നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 ഇടാം. 2 ഫേംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ദ ഇൻഡസ്ട്രി ഔട്ട്പുട്ട് വിൽ ബി, ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ട് ഇവിടെ എത്ര പറഞ്ഞേക്കുന്നത്, 2 + 1/2 അങ്ങനെയാണോ, 3/2 വരും. അല്ല അല്ലേ, ഞാൻ എത്ര പറഞ്ഞ 2/3 എന്നാണല്ലേ പറഞ്ഞത്. അപ്പം ഇതെന്താ, തെറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഈവൻ ഇഫ് ഇത് ശരിയാണോ അല്ലയോ എന്ന് ശരിയാണോ അല്ലയോ എന്ന് ഉറപ്പില്ലെങ്കിൽ എന്താ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നമ്പർ ഇട്ട് കാണിക്കണേ. ഞാൻ പറഞ്ഞു ഔട്ട്പുട്ടും പ്രൈസും 2/3 ആയിരിക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ അറിയില്ലെങ്കിലും ഇതുപോലെ എന്ത് ചെയ്യണം, ഒരു നമ്പർ ഇട്ട് കൊടുക്കുക. 2 എന്ന് പറയുന്ന നമ്പർ ഇട്ടു. അപ്പോൾ ഇൻഡസ്ട്രി എത്രയായിരിക്കും, ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി അടുത്ത എന്താ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് ആസ് ഫേം ലേൺ ഫ്രം ദ പാസ്റ്റ് മിസ്കാൽക്കുലേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് റിയാക്ഷൻ. അതിനെ പറ്റിയിട്ടൊന്നും നമ്മുടെ കുർണോട്ട് മോഡൽ പറയുന്നില്ല അല്ലേ. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. സോ ഓൾ ഓഫ് ദ എബോവ് ഒരിക്കലും വരില്ല. ആൻസർ ചെയ്താൽ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ എന്താ കുർണോട്ട് മോഡലിൽ നിന്ന്. ഇതുപോലെ തന്നെ 2023 കണ്ടിന്യൂസ് ഓക്സിലേഷൻ നമ്മുടെ എഡ്ജ്വർത്ത് മോഡലിന്റെ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ കിങ്കിനെ പറ്റി, കിങ്ക് ഡിമാൻഡ് കർവിനെ പറ്റിയിട്ട് ജാനുവരി 2023 നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് സ്റ്റാക്കൽബർഗ് മോഡലിൽ ജാനുവരി 2023 കണ്ടോ, ഒരു ഇയറിൽ തന്നെ അല്ലെങ്കിൽ ഒരു എക്സാമിൽ തന്നെ എന്താ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. സോ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒളിഗോപോളി, എസ്പെഷ്യലി നോൺ കൊളൂസീവ് മോഡൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അധികം ദിവസമൊന്നുമില്ല. ഫെബ്രുവരി 22 നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ ഇനി കഷ്ടി എത്ര, ഒരു ഏകദേശം ഒരു 90 ഡേയ്സേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ. അറൗണ്ട് ഒരു 90 ഡേയ്സ് നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ സെറ്റ് ചിലപ്പോൾ ഒത്തിരി വട്ടം എഴുതിയിട്ട് ക്രാക്ക് ചെയ്യാത്തവരുണ്ട്, ആദ്യമായിട്ട് എഴുതുന്നവരുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ഇനി നമുക്കൊരു വെയിറ്റ് ചെയ്യാൻ സമയം കുറവാണ്. ഇപ്പം തന്നെ കേട്ടിട്ടൊക്കെ കമ്പൽസറി ആയി വരുന്നത്. അതുപോലെ തന്നെ സെറ്റും ഭാവിയിൽ കമ്പൽസറി ആയി വരും അല്ലേ. അപ്പോൾ നിങ്ങളുടെ സ്വപ്നമായ സെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറെ സമീപിക്കാം. 90 ഡേയ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ പൊക്കത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കോൺടാക്ട് ചെയ്യുക. അത് മാത്രമല്ല നമുക്കൊരു ഫ്രീ ഗ്രൂപ്പും ഉണ്ട്. സെറ്റ് എക്കണോമിക്സിൻ്റെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. അതൊരു ഫ്രീ ഗ്രൂപ്പാണ്. അപ്പോൾ അതെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്